അസ്സലാമലൈക്കും. ഇതെന്താണെന്നറിയില്ലേ? ചാമ്പക്ക. നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ കാണുന്നൊരു നമ്മൾ പോലും അറിയണില്ല ഇതൊരു ഫ്രൂട്ടാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഒഴിവാക്കി കളയുന്നൊരു സാധനമാണ്. കുറച്ച് കഴിച്ചെങ്കിലായി, ബാക്കിയൊക്കെ നിലത്ത് വീണ് അങ്ങനെ നശിച്ചു പോവും. ഇവിടെയും അതുപോലെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വൈറ്റമിൻസും പിന്നെന്താ പറയുക ഫൈബർ അങ്ങനെ ഒരുപാട് കോണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട്. പോരാത്തതിന് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു, നല്ല ദഹനം തരുന്നു, കൊളസ്ട്രോളിന് നല്ലതാണ്, ഡയബറ്റീസിന് നല്ലതാണ്. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങൾ ഇത്രയും ഈ പഴത്തിനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്തായാലും അതിലൊരു ജ്യൂസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചാമ്പക്ക ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അടിക്കുമ്പോൾ. അപ്പം നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് ചാമ്പക്ക എന്ത് ചെയ്തിരിക്കണമെന്നറിയോ, അറുത്ത് കൊണ്ടുവന്നിട്ട് ഒരു 3 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ അപ്പോൾ വേറെ എന്തോ ഒരു പണി ഉണ്ടായതുകൊണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചതാണ്. പക്ഷെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് കൂടി. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കുക. പിന്നെ വെള്ളം ഇല്ലാണ്ട് അരക്കുക, അല്ലെങ്കിൽ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയോ ചെയ്യുക. എന്നിട്ടൊരു സ്ട്രെയിനർ വെച്ചിട്ട് അത് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്യുവറായിട്ടുള്ള സത്തുണ്ടല്ലോ അതിനെ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റുക. എന്താ പറയുക, ഐസ് ക്യൂബ്സ് ആക്കണ്ട, ഒന്ന് തണുപ്പിച്ചാൽ മതി. അപ്പം അതിൽ നമ്മൾ ആവശ്യത്തിന് നല്ല മധുരം ഇടണം. പിന്നെ നമ്മൾ മധുരം ഇടുന്നില്ല. അപ്പം അതിൻ്റെ കറക്റ്റ് സത്താണത്. വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ കുറച്ച് വെള്ളം 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ടുള്ള നീരാണത്. ഇനി കുറച്ച് സമയം തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം സെർവ് ചെയ്താൽ മതി. ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട് ഞാൻ. ചാമ്പക്കേൻ്റെ പീസ് ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടിയിട്ടതാണ്. ഒരു കുഞ്ഞു ലെമൺ പീസ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഈ സത്ത് പകുതി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നല്ല ഐസ് വാട്ടർ ബാക്കി ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൽ കുറച്ച് ഒരു 2-3 തുള്ളി ലെമൺ കൂടി ഒഴിച്ചു കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആവും.